നമ്മളിന്ന് കാണാൻ പോകുന്നത് എറണാകുളത്തെ മാർക്കറ്റ് കോംപ്ലക്സ് ആണ്. പുതിയതായിട്ട് പണി കഴിപ്പിച്ച നമ്മുടെ എറണാകുളത്തെ മാർക്കറ്റ് കോംപ്ലക്സ്. ഏകദേശം 5 മണിയോടെ ചൊവ്വാഴ്ച വൈകിട്ട് ഞാനിവിടെ എത്തി. പെൻറ്റാമേനയുടെ പുറകിലുള്ള റോഡിലൂടെയാണ് ഞാൻ വന്നത്. ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ എൻട്രൻസിൽ കൂടിയാണ് സാധാരണ മാർക്കറ്റിലേക്ക് പോകാറ്. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ്, ഇത് അതിലേക്കുള്ള വഴിയാണ്. ഈ ചെരുപ്പിൽ വിൽക്കുന്ന ചേട്ടൻ കണ്ട, ഞാൻ വർഷങ്ങളായിട്ട് പുള്ളിനെ കണ്ടുകൊണ്ടിരിക്കുക. എപ്പോഴും പുള്ളി അവിടെ തന്നെ ഉണ്ടാവും ചെരുപ്പ് വിൽക്കാനായിട്ട്. വളരെ തുച്ഛമായ റേറ്റിലുള്ള ക്വാളിറ്റി ഏകദേശം അറിയാമല്ലോ നിങ്ങൾക്ക്, അതുപോലത്തെ ചെരുപ്പുകളാണ് പുള്ളി ഇവിടെ വിൽക്കാറ്. നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഈ സാധനങ്ങൾ വിൽക്കാനായിട്ട് എല്ലാവരും ഒച്ചയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആപ്പിള്, ഓറഞ്ച്, അച്ചിങ്ങ, വഴുതനങ്ങ, ഇങ്ങനെ ഒച്ചയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മാർക്കറ്റിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓടിച്ചു വന്നിട്ട് ഒരു കടയിൽ നിന്ന് നമ്മൾ ഒരു സാധനം പെട്ടെന്ന് വാങ്ങിക്കരുത്. കാരണം നല്ല പച്ചക്കറി എവിടെയാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല പച്ചക്കറി ഏതൊക്കെയാണ് ഫ്രഷ് എന്നുള്ളത്. അതുകൊണ്ട് ഒരു 5-6 കടയിൽ നടന്ന് സാധനങ്ങൾ കണ്ട് ഏതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വിലയിലും ചിലവർ മാറ്റം വരുത്തോട്ടാ. ഈ കടകളിലൊന്നും വില വിവര പട്ടികളൊന്നും എഴുതി വെച്ചിട്ടില്ല, ഇവർ പറയുന്നതാണ് വില. അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോൾ ചില കടയിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും. സാധനം വാങ്ങിക്കാൻ വരാൻ നേരത്ത് ഒന്ന് നടന്ന് വിലയൊക്കെ ഒന്ന് ഇതായിട്ട് വേണം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നമുക്കിട്ട് പണി തരും. ഒരു 5 രൂപ 10 രൂപയൊക്കെ ചേട്ടന്മാർ കൂട്ടി വെക്കും. ഇപ്പോൾ ചേട്ടന്മാർ നല്ല ബായിമാരാണ് കൂടുതൽ, ഹിന്ദിക്കാരാണ് സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ പ്രായം കുറഞ്ഞ ആൾക്കാരല്ല, പുതിയ ചെറുപ്പക്കാരൊക്കെ ഇതിനകത്തേക്ക് ഫീൽഡിലേക്ക് വരുമെന്ന് നിങ്ങൾക്ക് തോന്നലല്ല. ഇപ്പോൾ എല്ലാ ഹിന്ദിക്കാർ മേഖലകളെല്ലാം കൈയടക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എവിടെ ചെന്നാലും ഹിന്ദിക്കാരാണ്. ഇവിടെ അതുപോലെ തന്നെ ഹിന്ദിക്കാരുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അപ്പുറത്തെ സൈഡിൽ പലചരക്കിൻ്റെ കടകളും ഇപ്പുറത്ത് പച്ചക്കറിയുടെയും പഴങ്ങളുടെയും കടകളാണ്. നെല്ലിക്ക. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സാധനം എവിടെ, അതെ ഇത് കണ്ട, ഈ സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇതെന്ത് സാധനമെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനം. ബാക്കിയെല്ലാം സാധാരണ എല്ലാവർക്കും ഒരേ സാധനങ്ങൾ തന്നെയാണ്, പല പല കടകളാണ്. എല്ലാം അച്ചിങ്ങ, മറ്റേ വെണ്ടക്ക, ക്യാബേജ്, പച്ചക്കറി എല്ലാം ഒരേപോലത്തെ ഒരേ സാധനങ്ങൾ തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞു, ഫ്രഷ് ആയിട്ടുള്ള സാധനം എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം കൊണ്ടുപോകാൻ പറ്റും. അമ്പഴങ്ങ, മാങ്ങ, എല്ലാത്തരം പച്ചക്കറി സാധനങ്ങളും നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ കിട്ടും. ഇപ്പോൾ തിരക്ക് കുറവാണ്. ഇന്നൊരു ഇട ദിവസമാണ്, അല്ല ശനിയാഴ്ച വൈകിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. സമയം കൂടുന്തോറും തിരക്കും കൂടും. പിന്നെ ഇതിൽ കൂടി ആരും 4 വീലർ കൊണ്ടുവരരുത്, കാരണം നല്ല തിരക്കുള്ള റോഡാണ്. ഈ ഓട്ടോകളും ടെമ്പോകളൊക്കെ വരും. അപ്പോൾ വണ്ടി തട്ടയും മുട്ടയും ആൾക്കാരുടെ മേത്ത് മുട്ടയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം വണ്ടി പാർക്ക് ചെയ്തേക്ക് നടന്നു വരുന്നതാണ് എപ്പോഴും ബെറ്റർ. തേങ്ങ, മാങ്ങ, ചെറുനാരങ്ങ എല്ലാം ചില്ലറ വിൽപ്പനക്കാരാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വെച്ചേക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്തു തരും. നമുക്ക് എളുപ്പം, അവർക്ക് എളുപ്പം. നേരത്തെ തൂക്കി വെച്ചിരിക്കുന്നതാണ്. പഴമായാലും ഇതുപോലെ ചെറിയ പാത്രങ്ങളിൽ തൂക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ കുക്കുംബർ പുള്ളി വിൽക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റും, ഓരോരോ പാത്രങ്ങളായിട്ടെല്ലാം വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ എൻഡിലേക്കും കൂടി കയറിയിട്ട് ഞാൻ മാർക്കറ്റ് കോംപ്ലക്സിലേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. തക്കാളി കണ്ടില്ല, തക്കാളി, പപ്പടം. ചില ചേട്ടന്മാർ പപ്പടമായിട്ട് അപ്പം തന്നെ വരും. ഒരു ചേട്ടൻ പൈസ ചോദിച്ചാണ്, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇതിന് വന്ന് പുള്ളി പൈസ ചോദിച്ചു. ഈ കടക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ വിലകളും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഇവിടെ കുറച്ചും കൂടി ട്രസ്റ്റായിട്ട് കയറാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം അവർ ഓൾറെഡി വിലകളെല്ലാം എഴുതി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തേക്ക് കടകളൊന്നുമില്ല. ഇത് കുറച്ചും കൂടി എന്തെന്നാണ്, മറ്റേതുപോലെയല്ല. മറ്റേത് വഴിയരികിലല്ലേ, ഇവർക്ക് കടയെടുത്തിട്ടാണ് ഇവർ വിൽക്കുന്നത്. ഇവിടെ വേസ്റ്റ് സാധനങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചീഞ്ഞ മണമൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് വേസ്റ്റ് സാധനങ്ങളിവിടെ കിടക്കുന്നുണ്ട്. ഇതൊന്നും ആരും ക്ലീൻ ചെയ്യാറില്ല. ഇതൊക്കെ അവസ്ഥ നമുക്കറിയാവുന്നല്ലേ ഉള്ളൂ, അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. നമ്മുടെ പുതിയ മാർക്കറ്റ് കോംപ്ലക്സ്, എറണാകുളത്തിൻ്റെ മാർക്കറ്റ് കോംപ്ലക്സ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1, 2, 3 നിലയിലാണ്ടാണ് സാധനം. 3 നിലയുണ്ട്. എൻട്രൻസ് ഒക്കെ അടിപൊളി, നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചേക്കുന്നതാണ് എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് പല ഷോട്ടൊക്കെ ഞാൻ എടുത്ത് നോക്കി. ഉള്ളതിൽ നല്ലത് വെച്ച് കയറ്റിക്കാനാണ്. എന്നാലും ഒന്നും കൂടി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഈ സാധനം എന്നുള്ളത്. കാണുമ്പോൾ തന്നെ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഫ്രണ്ടിലെ ഷട്ടർ അടഞ്ഞെടുക്കുന്നുണ്ട്. കടകളൊന്നും അവിടെ തുടങ്ങിയിട്ടില്ലെന്ന് തോന്നണം. ആ ഷട്ടർ അടഞ്ഞെടുക്കും. ഞാൻ വിചാരിച്ച് അവിടെ നിന്ന് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ആരും അവിടെ എന്തുകൊണ്ടാണ് ഏറ്റവും
ഫ്രണ്ടിൽ വരുന്ന കടകൾ തുടങ്ങാത്തതെന്ന് അറിയില്ല. ചില ചെറിയ കടകളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും, ഷട്ടർ തുറന്ന് അവരവിടെ വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ, അതൊരു നല്ലൊരു പോയിൻ്റാണ്. വണ്ടി നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളുണ്ട്. എൻട്രി എല്ലാം CSML എല്ലാം സെറ്റപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗ്രാനൈറ്റാണോ മാർബിളാണോ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞാനിപ്പോൾ വീഡിയോ നോക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് തന്നെ. എൻട്രി 1, പ്രവേശനം 1. അപ്പോൾ വേറെയും എൻട്രൻസ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മിക്ക ഷട്ടറുകളും അടഞ്ഞെടുക്കുക. ഇപ്പോൾ കടയൊന്നും ആയിട്ടില്ല, ഇനി അവർ തുറന്നിട്ടില്ല, എന്താണെന്നറിയില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ളതാണ് മറ്റേ പലചരക്കടയുടെ മുളകും സാധനമൊക്കെ കിട്ടും. ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കാം, അവിടെ എന്തോ ഒരു ബോർഡ് ഞാൻ കണ്ടായിരുന്നു, ഇത് ഏതൊക്കെയാണ് ഓരോ ഫ്ലോറിൽ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രമേ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ബേസ്മെൻറ്റിൽ പാർക്കിംഗ് ഉണ്ട്, അപ്പോൾ അടിപൊളി. ബേസ്മെൻറ്റിൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ വണ്ടി സിമ്പിളായിട്ടൊന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കയറാം. അപ്പോൾ ഓക്കെ, നമുക്കിനി അകത്തോട്ട് പോകാം. അകത്ത് എന്താണ് നമ്മുടെ മാർക്കറ്റ് കോംപ്ലക്സ് നടക്കുകയെന്ന് അറിയാം. നോ സ്മോക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ട്, നല്ല കാര്യം. നോ സ്മോക്കിംഗ്, എല്ലാവരും ബിസിയാണ്, സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഹിന്ദിക്കാരാണ് മോനെ, മലയാളം പറയാൻ നമ്മുടെ ഹിന്ദിക്കാർ. പുള്ളി കോമഡിയാണ് കേട്ടോ, പുള്ളി നല്ല ഡയലോഗ് അടിക്കുന്നുണ്ട്. എല്ലാവരും തകൃതിയായിട്ട് കച്ചവടം നടക്കുകയാണ്. ഞാൻ ഈ ക്യാമറയെ മുക്കി പിടിച്ചെടുക്കുമ്പോൾ എല്ലാവരും നിങ്ങൾ നോക്കണം. എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം തോന്നുന്നത് ഇവരുടെ ഉള്ളിലേക്ക് വരുന്നത് തോന്നാം. ചിലപ്പോൾ ഇതിനു മുമ്പ് ആൾക്കാർ വന്നിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ കയറുമ്പോൾ തന്നെ ചെറിയ ചെറിയ അറകൾ പോലെയാണ്, പാർട്ടീഷൻ ചെയ്ത കോൺക്രീറ്റ് പാർട്ടീഷനാണ്. ഹിന്ദിക്കാരെ എന്തൊക്കെയോ പറയണ്ടേ, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനും ക്യാമറയല്ല. അപ്പം ഇങ്ങനെ എല്ലാവരും പർച്ചേസൊക്കെ നടത്തുന്നുണ്ട്. ഫ്രൂട്ട്സിൻ്റെ കട എല്ലാം ഹിന്ദിക്കാരാണ്, നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹിന്ദിക്കാർ ഇപ്പോൾ ഇവിടെ പിടിച്ചേക്കണേണ്, ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അകത്തേക്ക് വരുന്തോറും ചേട്ടൻ ഇതാണ് ഞാൻ പറഞ്ഞത്, പുള്ളിയുടെ സൗണ്ട് കേട്ടില്ല, നല്ല ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ മുട്ട, കോഴിമുട്ട, താറാവ് മുട്ട, തേങ്ങ, ഓരോരോ കമ്പാർട്ട്മെൻറ്റ് പോലെയാണ് സാധനങ്ങൾ വിൽക്കാനായിട്ട് അവർ നിൽക്കുന്നത്. ഈ ക്യാമറ പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യരുതെന്ന് എനിക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലായത്. നമ്മൾ കണ്ണിന് എന്തോ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതെന്ന് അറിയില്ല. അതിനി അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമായിക്കോളൂ. എല്ലായിടത്തും ഇതേപോലെ തന്നെ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, പുറത്തുള്ള അത്രയും തിരക്ക് അകത്തില്ല. ചില കടകളിൽ ആളില്ല, സാധനങ്ങളില്ല, കണ്ട ഓരോന്നിങ്ങനെ കൊടുത്തേക്കാണ്, ഓരോ പേര് വെച്ചിട്ട് അവരത് ലേലം വിളിച്ചെടുക്കുക, വാടക കൊടുക്കുക, എന്താ സംഭവം എന്നറിയില്ല. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പരിചയമില്ലാത്ത ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാമെന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാനൊരു ചമ്മലോട് ഞാൻ ചോദിക്കാതെയാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ തിരക്ക് ഭയങ്കര കുറവാണ് അകത്ത്. പുറത്താകുമ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല, ഭയങ്കര റഷാണ്. എന്നാലും ഇവിടെ ആളില്ലെന്ന് പറയാൻ പറ്റില്ല, ആളുണ്ട്. പക്ഷെ പുറത്ത് നടക്കുന്ന അത്ര ആൾക്കാർ അകത്തില്ല. ഈ സാധനങ്ങളൊക്കെ ഇവർ ഇത്രയും വാടക കൊടുത്ത് നിൽക്കുമ്പോൾ എങ്ങനെ അവർക്ക് മുതലാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇനി വീക്ക് ഡേയ്സിൽ ശനിയാഴ്ചയൊക്കെ ചിലപ്പോൾ നല്ല തിരക്കുണ്ടാകാം. ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല, ആ സമയത്ത് വന്നിട്ടില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തന്നെ ഇതിനകത്ത് കയറുന്നത്. ഞാനിവിടെ വന്നപ്പോൾ വേറൊരു സീൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുല്ലുപായ കണ്ടിട്ടില്ല നിങ്ങൾ? ഇത് പഴത്തിൻ്റെ സെക്ഷനാണ്. പുല്ലുപായ എല്ലാം പ്ലാസ്റ്റിക് പായാണ്, പക്ഷെ പുല്ലുപായ ഉണ്ട്, ചൂടെടുക്കാത്ത പുല്ലുപായ. അതാണ് ഞാനിവിടെ കണ്ട ഒരു വെറൈറ്റി ആയിട്ട് ഇവിടെ എനിക്ക് തോന്നിയത്. ഈ കടയിൽ ഉണ്ട് സാധനം. നമുക്ക് ഇതിൻ്റെ വില ഒന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ അങ്ങനത്തെ സാധനങ്ങളാണ് ഈ പനമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത്, കൊട്ട, കയറ് സാധനങ്ങൾ, മുറം, ഈ സാധനമൊക്കെയാണ് ഇവിടെ കൊടുക്കണത്. ഇപ്പോൾ നോക്കാം, ഇങ്ങനെ ചെറിയ ചെറിയ കടകളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെ. ഫയർ ഡക്റ്റ്, ഫയർ കൺട്രോൾ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ പച്ചക്കറിയൊക്കെ നേരത്തെ കൊണ്ടുവന്നിട്ട് ഇവർ പൊട്ടിക്കുക, അതെടുത്ത് വെച്ചിരിക്കുക, പിന്നെ വിൽക്കാനായിരിക്കുള്ളത്. ഒരു ചേട്ടൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കച്ചവടത്തിൻ്റെ ആ ഒരു പവറ്. തിരക്ക് വളരെ കുറവാണ്. എന്താണെന്നറിയില്ല, ഇവർക്ക് മുതലാവണ്ടെന്ന് ദൈവത്തിനറിയാം. പഴയതുപോലെയല്ല സംഭവങ്ങൾ. പക്ഷെ മഴയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷെഡ് ഉണ്ടെങ്കിൽ മഴയത്തൊക്കെ ഇവിടെ കയറി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ മെയിൻ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. മഴക്കാലം വരാൻ നേരത്തായിരിക്കും ഇവരുടെ പച്ചക്കറി കച്ചവടത്തിന് ഒരു ഇതാവുന്നത്. പുറത്തെ ആൾക്കാർ അപ്പോൾ വലിയ നേരത്ത് ആൾക്കാരെല്ലാവരും അകത്തേക്ക് കയറും. ആ മഴക്കാലം വരുമ്പോൾ ഇവർക്ക് നല്ലൊരു ടൈം ആയിരിക്കും ഞാൻ വിചാരിക്കണം. എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, 1-2 ആൾക്കാരൊക്കെ ആയിട്ട് വന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് എല്ലാവരും ആദ്യം മടിക്കും. കാരണം ബൈക്ക് വെച്ചിട്ട് ഇത്ര നടന്ന് ഇങ്ങനെ വരണ്ടേ. വരുമ്പോൾ തന്നെ അടുത്ത് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകാൻ എപ്പോഴും ശ്രമിക്കുള്ളൂ. ഈസി ടു ഗോ ആണല്ലോ എല്ലാവരുടെയും ഇത്. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് വാങ്ങിച്ച് പോവാം. അങ്ങനെയാണ്. ഓരോ ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റുകൾ പോലെയാണ് ഇവിടെ
മാർക്കറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിങ്ങനെ ഓരോ നമ്പർ വെച്ച് പേര് വെച്ച് എല്ലാവർക്കും കൊടുത്തേക്കണേണ്. ഉണ്ട്, ആൾക്കാരുണ്ട്, കുഴപ്പമില്ല. എല്ലാത്തിലും നല്ല അറേഞ്ച് ചെയ്തൊക്കെ നല്ല സെറ്റാക്കിയാണ് വെച്ചേക്കുന്നത് ഇവിടെയൊക്കെ. സീനില്ല. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തായ കാരണം വെയിലൊന്നുമില്ല. പച്ചക്കറികൾ കുറച്ചും കൂടി നിൽക്കും. വെയിൽ കൊണ്ട് വാടുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നല്ല രീതിയിൽ. പിന്നെ അധികം ഒരുപാട് വൃത്തിയില്ലെങ്കിലും നല്ല വൃത്തിഹീനവുമല്ല. നല്ലൊരു രീതിയിൽ ഒരു ആവറേജ് രീതിയിൽ അവർ ഈ കോംപ്ലക്സ് കൊണ്ടുപോകുന്നുണ്ട്. വെജിറ്റബിൾ CIS വെജിറ്റബിൾ പേര് കണ്ടത്. എവിടെയാണെന്ന് പറഞ്ഞാൽ മെയിൻ ലോഡ് വന്ന് ഇറങ്ങണം. യൂണിയൻകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ സാധനം ഇറക്കുന്ന സ്ഥലമാണ്. സെയിം സാധനങ്ങൾ തന്നെ എല്ലാം എടുത്തൊക്കെ വെക്കുന്നുണ്ട്. ചില കടകളിലൊന്നും ആളില്ല. സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കടയിലും ഒരേ സാധനമാണ് വിൽക്കുന്നത്. അപ്പോൾ എവിടെയാണ് ആദ്യം ആൾക്കാർ കാണുന്നത് അത് നോക്കിയാൽ ഒന്ന് വാങ്ങിക്കാറ്. ഇത് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. മറ്റേ എന്താ ഗ്ലാസ്സൊക്കെ ഇട്ട് സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറെ ട്യൂബ് ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലായിടത്തും ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ചേട്ടനൊക്കെ വെറുതെ ഇരിക്കുക, ആരും വന്നില്ല. അതിലൊന്നോ എങ്ങനെയാണ് ഇവരുടെ ഇത് മുതലാവുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇവിടെ പൈനാപ്പിളിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇത് ആൾക്കാരെ അറിയണം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്, എവിടെയൊക്കെ വില, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതൊക്കെ അറിഞ്ഞാലേ ആൾക്കാർ ഇങ്ങോട്ട് വരുള്ളൂ. വിചാരിക്കുന്ന പോലെ മഴ സമയത്തായിരിക്കും ഇവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നുക ആൾക്കാർക്ക്. നമുക്കപ്പോൾ സാധനങ്ങൾ പച്ചക്കറികൾ നനയാത്ത ചെയ്യാത്ത സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരേണ്ടി വരും. അപ്പോൾ ബെറ്റർ ഇവിടെ തന്നെ വരുന്നതാണ്. അകത്ത് വരുന്നതായിരിക്കും പുറത്ത് വരുന്നതിനേക്കാളും ബെറ്റർ. സമയം കുറച്ച് കളഞ്ഞാലും നല്ല സാധനം കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അകത്ത് വന്നാലായിക്കോളും. വെയിലും സാധനമൊന്നും ഇല്ലാതെ സാധനം സെറ്റായിട്ടിരിക്കുന്നതല്ല. അപ്പോൾ കൊട്ടപ്പൻ ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ള സാധനം. ബാക്കി നിങ്ങൾ കാണുന്നില്ലേ, മുട്ട ഉണ്ട്. ചില കടകളിൽ ആളുണ്ട്, ചില സ്ഥലത്ത് ഒരാളുടെ പൊടി പോലും നമുക്ക് കാണാൻ പറ്റില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പായയുടെ ഇതാണ്. ഞാനിവിടെ ഒന്ന് വില ചോദിച്ചായിരുന്നു കേട്ടോ. ആ പുള്ളി എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചിരവ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് ചിരവ. ഈ പായ പ്ലാസ്റ്റിക് പായനെ അപേക്ഷിച്ച് നല്ല കംഫർട്ട് കിടക്കാൻ. ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ വാങ്ങിയിട്ടില്ല. നല്ല പൈസ കേട്ടോ, 2500 രൂപയൊക്കെ ഉണ്ട്. ഇതാണോ 400 രൂപയാണ് ഇപ്പം പറഞ്ഞത്. ഇപ്പം ഈ പായ്ക്ക് 400 രൂപയെന്നാണ് പറഞ്ഞത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള വീട്ടിലേക്ക് വേണ്ട ഏത് സാധനം ഇവിടെ നിന്ന് വാങ്ങിക്കാം. അതായത് വെളുത്തുള്ളി മാത്രം കൊടുക്കുന്ന സ്ഥലം. ഇത് ഹോൾസെയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ വേറെ ആരും വന്ന് കണ്ടില്ല. ചൂലുകൾ ഇതേ ഇവിടെയുണ്ട്. പായ ഒരെണ്ണം വീട്ടിലേക്ക് വാങ്ങിക്കണം നല്ലതായിക്കോട്ടെ. ചൂടൊക്കെ അല്ല, ചൂടാകുമ്പോൾ ഈ സാധനം ഇട്ട് കിടക്കാം. ഇത് പുല്ല, പ്ലാസ്റ്റിക് അല്ല. ഇതിൻ്റെ മെയിൻ പ്രത്യേകത പ്ലാസ്റ്റിക് അല്ല എന്നുള്ളതാണ്. നമ്മൾ എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ കടകൾ. അവിടെ നമുക്ക് ഇതേപോലത്തെ നല്ല അടിപൊളി സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടും. ആ കടയുടെ പേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കും. ഞാൻ ഷൂട്ട് ചെയ്തിട്ട് രണ്ടാമതാണ് ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്യണത്. കാരണം ആ കടയുടെ പേര് ഞാൻ കാണിച്ചു തരാം. അവിടെ 12ാമത്തെ ഞാൻ രണ്ടാമത് എടുത്തതിന് ഓർക്കുന്നുണ്ട്. ആ 13ാമത്തെ കട CSML 13. ഇവിടെ ഉണ്ട് പായം സാധനങ്ങളൊക്കെ ആയിട്ട്. എല്ലാവരും സാധനങ്ങളൊന്നും നോക്കുന്നുണ്ട്. ഉണ്ട്, ഓരോരുത്തരൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തരക്കേടില്ലാത്ത കച്ചവടമൊക്കെയാണെന്ന് വിചാരിക്കാം നമുക്കപ്പോൾ അടുത്തത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് വന്ന് എല്ലാം ഒരേപോലെ ഇരിക്കാം. ഇത് ഒരു മെയ്സിലേക്ക് വരില്ലേ, അതുപോലത്തെ ഒരു സീനാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏതി കൂടി ഇറങ്ങണം പോകണമെന്ന് നമുക്ക് കണ്ടാൽ പെട്ടെന്ന് നമുക്കൊരു പിടുത്തം കിട്ടില്ല. ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. ഒരു ചേച്ചി നിൽക്കണ ആദ്യമായിട്ടാണ് കേട്ടോ. ബാക്കിയെല്ലാം ജെൻസായിരുന്നു. ഒരു ചേച്ചി നിൽക്കുന്നത് ഹിന്ദിക്കാരാണ്. ഹിന്ദിക്കാരൊക്കെ നല്ല സൂപ്പറായിട്ടാണ് മലയാളം പറയുക. മലയാളത്തിൽ ഇതിൻ്റെ കൂട്ടം ചെയ്യും അവർ. കണ്ട പുള്ളിയുടെ വർത്താനം കേട്ടാൽ തന്നെ അറിയാം അയാൾ മലയാളി അല്ല, പക്ഷെ മലയാളം പഠിച്ച ആൾ. ലേലോ ലേലോ ലേലോ. നമ്മൾ കണ്ട അവിടെ അടിച്ച് ക്ലീൻ ആക്കി കിട്ടുന്നത് കേട്ടാ. എന്താണ് സെൽഫായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് സ്ഥലം. ഓരോരുത്തർ അവരുടെ കാര്യം ചെയ്താൽ മാത്രം മതി. നീറ്റായിട്ട് എടുക്കുന്ന സ്ഥലം. നല്ല കാര്യം. ചേട്ടൻ അടിച്ചിടുന്നുണ്ട്. വേറൊരു ഹിന്ദിക്കാരൻ പുള്ളി നോക്കി ചിരിക്കുന്നുണ്ട്.
ചെറിയൊരു ചമ്മൽ എനിക്കുണ്ട്, എന്നാലും ഇപ്പോൾ മാറി. പുള്ളിക്കാരൻ ഇപ്പോൾ മുഖം മാറ്റി കളഞ്ഞ്. ഒരു ചേട്ടനൊക്കെ അതെ അവിടെ തൂണിൻ്റെ അവിടെ ചാരിക്കുന്നുണ്ട്, ആരും കടയിലോട്ട് വരണില്ലെന്ന് തോന്നുന്നു. ഒരു പഴമാങ്ങ ഉണ്ട് കേട്ടോ, നല്ല പഴുത്ത മാങ്ങ. സഡൻ മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് പറ്റാത്തത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതായത് കോൺ സാധനങ്ങളുണ്ട്, ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. കാരണം ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനാ. സിജെ ബാബു കടകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഫയർ എല്ലാ സാധനവും കേട്ടോ, നല്ല ബിൽഡിങ് നല്ല ക്വാളിറ്റി തന്നെയാണ് പണിതേക്കണമെന്ന് വിചാരിക്കണം. ഫയർ ഹൈഡ്രൻറ്റ്, സ്പ്രിംഗ്ലേഴ്സ് എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല മെയ്സ് പോലെ ഇരിക്കണം. ഞാൻ നേരത്തെ വന്ന സ്ഥലത്തിന് പിന്നെ എത്തി. അടാ യൂണിയൻകാർ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്ന അൺലോഡ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ പിന്നെയും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. നോക്കാം, നമുക്കൊന്ന് മുകളിൽ കാണുന്നുണ്ട്. ഞാൻ ക്യാമറ മേളിലേക്ക് വെച്ചത് ഇവിടെ വെച്ചാണ്. യെസ് ഇതണ്ട, യെസ് നോക്കിയേ, ഇതാണ് സ്ഥലം. അതെ, ഭിത്തി വെച്ച് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തേക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫാനൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഫാനൊക്കെ. പിന്നെ അകത്തൂടി കുറേ പ്രാവശ്യം നടന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കാണുമോ, എന്തെങ്കിലും ഞാൻ കാണാത്തല്ലോ ഉണ്ടോ. പക്ഷേ ആശുവിനോ എല്ലാം സാധാ ഉള്ളിയുടെ സാധനം ഞാൻ കണ്ടോ, ഉള്ളിയുടെ സംഭവം ഇതൊക്കെ നമ്മൾ ഓൾറെഡി വന്ന് പോയതാ. ആദ്യം കുറച്ച് എനിക്ക് പണി കിട്ടി, ഇത് എവിടെയാണ് വന്നത് എങ്ങനെയാണെന്ന്. ഞാൻ ഈ വീഡിയോയിൽ മാത്രം ഫോണിൽ ശ്രദ്ധിക്കണമായിരുന്നു. വന്ന വഴി ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ കുറച്ചൊന്ന് കറങ്ങി. നമുക്കൊന്ന് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി നോക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടന്നു. ഇതേ പിന്നെ ഞാൻ പായയുടെ സ്ഥലത്താമെത്തി. ഇവിടേക്ക് കൂടി ആയിക്കോളൂ പുറത്തേക്ക്. അതിൽ ഞാൻ വന്ന വഴിയല്ലേ, വന്ന വഴിയാണ്. ഐ മീൻ നമുക്കിനി പോകേണ്ടത് ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ല, ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ലിഫ്റ്റിൽ കയറി നോക്കാം. ലിഫ്റ്റിൽ കയറി നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനിപ്പോൾ നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ പ്ലേ ചെയ്യണത്, സൗണ്ട് റെക്കോർഡ് ചെയ്യണത്. ലിഫ്റ്റ് വർക്ക് ചെയ്യുമെന്നാ നമുക്ക് നിൽക്കാം, സീനൊന്നുമില്ല. അടിപൊളി ലിഫ്റ്റ്, കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റാണ്. ഫസ്റ്റ് ഫ്ലോർ, ബാക്കി ഫ്ലോറൊക്കെ അവർ ഡിസേബിൾ ചെയ്തിട്ടേക്കാം. സെക്കൻഡിലോട്ട് നോക്കിയാൽ സെക്കൻഡിലേക്കൊന്നും പോകില്ല. ബേസ്മെൻറ്റും ഗ്രൗണ്ടും ഫസ്റ്റ് ഫ്ലോറും മാത്രമേ ആക്റ്റീവ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് ഇനേർഷ്യ എഫക്റ്റ് ഉണ്ട് സാധനത്തിന്, നമുക്കത് ഇരിക്കുമ്പോൾ അറിയാൻ പറ്റും. എന്തായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഫ്ലോറിലായി. കയറുമ്പോൾ തന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ വെച്ചിട്ടുണ്ട്, സേഫ്റ്റി. ഒറ്റ കട പോലും ഇല്ല കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. എല്ലാ ഷട്ടറും അടഞ്ഞെടുക്കുക. ഇതുവരെ ആൾക്കാരൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ബേസ്മെൻറ്റും നമുക്ക് കണ്ടായിരുന്നില്ലേ. ആകെ ഫസ്റ്റ് ഫ്ലോർ വരെ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുള്ള കടകളുടെ വിവരം മാത്രം ആ നോട്ടീസ് പോലെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല, കടകൾ ഇതുവരെ വാടകയ്ക്ക് ആരും എടുത്തിട്ടില്ല. കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടൊന്നും ഇവിടെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു വരുമായിരിക്കും പുതിയ ആൾക്കാരൊക്കെ, എങ്ങനെയാണെന്ന് അറിയില്ല. ചൂലും സാധനങ്ങളൊക്കെയാണ് പുറത്തിരിക്കുന്നത്, അത് കേടാകാത്ത സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് നോക്കാം. ഇതാണ് എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സിൻ്റെ പുറത്ത് ഇങ്ങനെയാണ് കാണുന്നത്. ഇതാണ് നമ്മൾ വന്ന വഴികളൊക്കെ. ഇതൊക്കെയാണ് സൈഡിലുള്ള പച്ചക്കറി. നിങ്ങൾ നോക്കി വന്ന ആൾക്കാർ മുഴുവനും സൈഡിലെ താഴ്ത്ത. ഇവിടെ അപേക്ഷിച്ച് താഴെയുള്ള ആൾക്കാരാണ് കൂടുതലും. അവിടെ നിന്നാണ് കച്ചവടങ്ങൾ ഇതിനേക്കാളും കൂടുതൽ നടക്കണമെന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ല. ഒന്നുകൂടി നമുക്ക് സൂം ചെയ്തെടുത്ത് നോക്കാം എങ്ങനെയാണ് കാഴ്ചകൾ. ചീര ഞാൻ ശ്രദ്ധിച്ചില്ല വന്ന വഴിക്ക്. ചെറുനാരങ്ങ. ആ ചേട്ടനെയൊക്കെ നമ്മൾ ഒളിച്ച് കണ്ടാണ്. ഈ പുള്ളിയൊക്കെ നേരത്തെ അവിടെ നിന്നാണ് ഞാൻ വന്നത്, ഇതിൻ്റെ അകത്തേക്ക് കയറിയത്. ഇത്രയും കച്ചവടം, സെയിം കച്ചവടം തന്നെ പുറത്ത് നടക്കുന്നുണ്ട്. എന്നാൽ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നേക്കാം. ഞാൻ വൈകുന്നേരം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഈ കടയിൽ നല്ല തിരക്കുണ്ടല്ലോ, ഇവിടെ വിലക്കുറവാണല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവിടെ കയറി നോക്കാം. ഇവിടെയൊക്കെ വില എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്ന സ്ഥലത്തിനേക്കാൾ അപേക്ഷിച്ച് ഇവിടെയൊക്കെ വില എഴുതി വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കടകൾ പ്രിഫർ ചെയ്യണേക്കും കൂടുതൽ നല്ലത്. അപ്പുറത്തുണ്ട് കടകൾ കണ്ട, അവിടെയൊന്നും ചില സ്ഥലങ്ങളിലൊന്നും വില എഴുതി വെച്ചിട്ടില്ല. നാടൻ കൊപ്രാട്ടി വെളിച്ചെണ്ണ, ആട്ടി വെളിച്ചെണ്ണ വാങ്ങിക്കണമെങ്കിൽ അവിടെ നിന്നാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എറണാകുളത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. കെട്ടിടങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട് അവിടെ. എന്താ
ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ആരുമില്ല ഫസ്റ്റ് ഫ്ലോറിൽ, ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റേ തെക്കിനി പോലെ കിടക്കുന്ന സ്ഥലം. ആരെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. ഞാൻ നേരത്തെ അറിയാം, ഞാൻ കുറച്ച് പേരെ കണ്ടായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോയി കാണാം ആരൊക്കെയാണെന്ന് അതിനകത്ത്. ഫയർ ഡക്റ്റ് എല്ലാ സാധനങ്ങളും സെറ്റോടെ തന്നെ, എല്ലാ പ്രൊട്ടക്ഷനും ഈ ബിൽഡിങ്ങിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കണ്ടത് എന്താ ഫിഷ് മീറ്റ് പോൾട്രി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണക്കമീനാണ്. ഉണക്കമീൻ കിട്ടുന്ന കടയാണ്ടത്. നന്ദൻ, മറ്റേ എന്താ ചെമ്മീനുണ്ട്. എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ആൾക്കാരവിടെ. ഉണക്കമീൻ്റെ സെക്ഷൻ ഇവിടെയാണ്. താഴത്തൊരു സ്ഥലത്തും ഉണക്കമീനില്ല. ഉണക്കമീൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നപ്പോൾ. സ്രാവൊന്നും ഞാൻ കഴിക്കാറില്ല. നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും പറയണത്. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല, എനിക്കിഷ്ടമല്ലത്. ആകെ 2 കട. 2 കട. ഇതും പുള്ളിയുടെ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉണക്കപ്പള്ളത്തി. ഉണക്കപ്പള്ളത്തി ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. സാധനമില്ല, അത് ഭയങ്കര റെയറാണെന്നാണ് പുള്ളി പറഞ്ഞത്. ക്യാമറ ഇത്ര സ്പീഡിൽ മൂവ് ചെയ്യാൻ പാടില്ല, നമുക്ക് കാണുമ്പോൾ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതൊരു ചേട്ടൻ നോക്കിയിരിക്കുന്നുണ്ട്. ചിലവർ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് ഓർത്ത് എനിക്ക് ചെറിയൊരു ചമ്മലുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കണേ. നമുക്ക് കറക്റ്റ് കണ്ട, ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ആരെയും കാണാനുള്ള ഏരിയയിൽ നോക്കി വിജനം. കുറച്ച് പേരുണ്ട്. ഞാൻ പിന്നെയും വന്നേക്കനെയാണ്. നിന്ന സ്ഥലത്ത് തന്നെ മറ്റേ ചേട്ടനെ. ഈ ചേട്ടനോട് ഞാൻ എന്തോ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളി ഒന്നും വിട്ട് പറഞ്ഞില്ല. ഞാൻ പുള്ളിനോട് ചോദിച്ചു കടയുടെ വാടകയ്ക്ക് എത്രയാണെന്നൊക്കെ ചോദിക്കാമെന്നോർത്ത് അയാളോട് ചോദിച്ചാണ്. പക്ഷെ പുള്ളി ഒന്നും പറഞ്ഞില്ല, വിട്ട് പറയാനില്ല. ചേട്ടാ എത്ര രൂപയാണ് വാടക എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഒന്നും അങ്ങോട്ട് തുറന്ന് പറയല്ല. ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ അപ്പോഴും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം. ഇപ്പം അപ്പോൾ ചേട്ടൻ പറയണം മീനും ചിക്കനും മാത്രം ഇവിടെ കയറിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം താഴ്ത്താം. പണ്ട് ഈ മാർക്കറ്റിൽ സ്ഥലത്തായിരുന്നു മറ്റേ പച്ചമീനൊക്കെ കിട്ടുന്ന സ്ഥലം. അതായത് ഫിഷ് മാർക്കറ്റ്, മീറ്റ് മാർക്കറ്റൊക്കെ എല്ലാം അവിടെ തന്നെയായിരുന്നു. അതെല്ലാം ഇപ്പം എങ്ങോട്ട് മാറ്റിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് വേറെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. നേരെ സ്റ്റെയറിലേക്ക് താഴത്തേക്ക് ഇറങ്ങി നമുക്ക് പോവാം. ഇപ്പോൾ എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സിൽ ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ വന്ന ലിഫ്റ്റാണ്, നമുക്കിപ്പോൾ സ്റ്റെയറിലേക്ക് കൂടി ഇറങ്ങാം. സ്റ്റെയറൊന്നും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം അത് നീറ്റായിട്ട് സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. മതിയെ നടന്ന സ്റ്റെയറിൽ കൂടി ആരും തുപ്പിയൊന്നും ഇട്ടിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ കാണാം ഈ സൈഡിലൊക്കെ തുപ്പിയൊക്കെ, ഈ തമ്പാക്കൊക്കെ വെച്ച് തുപ്പിയൊക്കെ ഇട്ടുണ്ടാവും, അലമ്പ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും കാണാനില്ല. നല്ല കാര്യം. അപ്പോൾ ഇറങ്ങി വന്നു ഫസ്റ്റ് ഫ്ലോർ. ഞാനൊരു കാര്യം വിട്ടുപോയി, ഞാൻ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങിയില്ല. ബേസ്മെൻറ്റിൽ പാർക്കിംഗ് ആണ്, വേറെ ഒന്നുമില്ല. ഇനി പുറത്തു കൂടി ഇടന്ന് നോക്കാം. അതെ, ഉരുളക്കിഴങ്ങ് മാത്രം. ഇതൊക്കെ ഹോൾസെയിലാണെന്ന് തോന്നണ്ട. പല ടൈപ്പ് ഉരുളക്കിഴങ്ങ്, എന്താണ് പൊടിയുള്ള ഉരുളക്കിഴങ്ങ്, പൊടിയില്ലാത്ത ഉരുളക്കിഴങ്ങ്. ഒരു പൊടി പിടിച്ചു പോലെ ഇരിക്കണല്ലോ ഉരുളക്കിഴങ്ങുകളൊക്കെ. അവിടെ പലചരക്ക് കടകളാണ് എൻട്രൻസിൽ തന്നെ. ആൾക്കാർ കണ്ടറിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. ഇതാണ് ആദ്യം കയറിയ എൻട്രൻസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റും കയറി നടന്ന് നോക്കാമെന്ന് ഓർത്താണ്. പുറത്തെ കടയിൽ കൂടി ഞാൻ നടന്നില്ല, പുറത്ത് കൂടി നടന്നു വന്നോർത്താണ്. ഇത് മറ്റേ സാധനങ്ങൾ, കറുകപ്പെട്ട ആ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം. ഇതേ മഞ്ഞൾ എല്ലാവർക്കും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി പൊടിപ്പിക്കുക. മുത്തിര, പയർവർഗ്ഗങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതെ, ബേസ്മെൻറ്റ്, പാർക്കിംഗ്, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സ്റ്റേഷനറി. വാഴപ്പഴം ഞാൻ അവിടെ കണ്ടില്ല. ഇത് നമുക്ക് പുറത്തുനിന്ന് ഒരു സൈഡിൽ നിന്നുള്ള വേറൊരു വ്യൂ ആണ് എടുത്തത്. കാണും എനിക്ക് തോന്നുന്നത് നമുക്കിതൊരു ഹൈക്കോട്ടൊക്കെ പോലെ എനിക്ക് ആദ്യം ഒരു സൈഡിൽ നിന്ന് കണ്ടപ്പോൾ തോന്നിയത്. കണ്ട ഒരു മാർക്കറ്റ് ആ ഒരു ഇതിലല്ല, അവർ നല്ല ഡെവലപ്പായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ആൾക്കാരൊക്കെ വന്ന് കടകളൊക്കെ ഒന്ന് തുറന്നാൽ മതി. ഇതാണ് എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ്.
വൈകുന്നേരം ഒരു 6 മണിയായിട്ടാണ്. ഞാൻ ഇപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പതിയെ കുറേ വീഡിയോ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അതിൻ്റെ അടുത്ത്. അപ്പോൾ ഇനി എറണാകുളം മാർക്കറ്റിൻ്റെ കഥകൾ ഇതാണ്.